അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഇഫ് അമൃതസർ ഈസ് കോഡഡ് എസ് ഒരു കോഡ് തന്നിട്ടുണ്ട്, ദുർഗാപൂർ ഈസ് കോഡഡ് എസ് മറ്റൊരു കോഡ് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ഷില്ലോങ് ബി കോഡഡ് ആസ്? അപ്പോൾ ഈ കോഡ് ഡീകോഡ് ചെയ്തെടുത്താൽ ഷില്ലോങ്ങിന് തന്നിരിക്കുന്ന കോഡ് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം വേർഡ് ഒന്ന് എഴുതി നോക്കാം. AMRITSAR. അതിന് തന്നിട്ടുള്ള കോഡ് തന്നെ താഴോട്ടേക്ക് നമ്മൾ മാറ്റി എഴുതുന്നുണ്ട്. ഈ കോഡിലോട്ടേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ തന്നിരിക്കുന്ന എല്ലാ ആൽഫബറ്റ്സും താഴെയുള്ള കോഡിലുണ്ട്. സോ എന്താ പറയുക, അതിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടുകയോ കുറയോ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു കോഡിങ് അല്ല നടന്നിട്ടുള്ള, അതിൻ്റെ അറേഞ്ച്മെൻറ്റിലും വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ആൽഫബറ്റുകൾ തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഡീകോഡിങ് നോക്കുന്ന സമയത്ത് കിട്ടുന്നത്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം രണ്ടാമത്തെ വേർഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. DURGAPU. കോഡ് എന്താ? UDGRPAR. ആണോ? അതെ, നേരത്തെ കാണിച്ചിട്ടുള്ള ആ സെയിം മെത്തേഡ് തന്നെയല്ല ഇതും വന്നിരിക്കുന്നത്. സോ സിമിലർലി നമുക്ക് എഴുതിക്കൂടെ ഷില്ലോങ് എന്ന് പറഞ്ഞിരിക്കേണ്ട കോഡ് എന്തായിരിക്കും എന്നുള്ളത്? ഷില്ലോങ്ങിൽ നിന്ന് S1 താഴോട്ടേക്ക് മാറുന്നു. വേണ്ട, മാറ്റി എഴുതാം. SHILLONG. S ഇങ്ങോട്ടേക്ക് വരുന്നു, H ഇങ്ങോട്ട് വരുന്നു, I ഇങ്ങോട്ട് വരുന്നു, L ഇതാ ഇവിടെ വരുന്നു, നെക്സ്റ്റ് L ഇവിടെ വരുന്നു, O ഇവിടെ വരുന്നു, N ഇവിടെ വരുന്നു, G ഇവിടെ വരുന്നു. HSLIOLGN. ഓപ്ഷൻ സി. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ സമ്മതിക്കുന്നു, ഇതാണ് കോഡ് ചെയ്തു ഡീകോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്ര പെട്ടെന്ന് കിട്ടും. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ടേക്ക് കടക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ആൻസറിലോട്ടേക്ക് എല്ലാ സമയത്തും വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതിലോട്ടേക്ക് തന്നെ നോക്കുന്ന സമയത്ത് ഒന്ന് ഡീകോഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് HS തുടങ്ങുന്ന എത്ര ഓപ്ഷനാണുള്ളത്? 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ അവിടെ ഉപയോഗിക്കണം. ഈ രണ്ടിലേതോന്നാണ്? മൂന്നാമത്തെ ലെറ്റർ LO ആണോ LI ആണോ? LI ആണ്. അവിടെ വരുന്ന ഉടനെ തന്നെ നമ്മൾ ഓപ്ഷൻ സിയിലോട്ടേക്ക് മാർക്ക് ചെയ്ത് പോയിക്കൊള്ളണം. മുഴുവൻ ക്വസ്റ്റ്യൻ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് മാർക്കാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്. ഒന്നുമില്ല, ഇവിടെയും 2 പെയർസ് തന്നിട്ടുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെ ഇതാ ഈ CGK എന്ന് പറയുന്നതിനും അവിടെ ഒരു കോഡാണ്. ഇത് കോഡിങ് ഡീകോഡിങ്ങിൻ്റെ പോർട്ട് തന്നെ. അതിന് ഈ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കഴിയും. ഇതിൻ്റെ പൊസിഷൻ വാല്യൂ ഞാൻ ശരിക്കും ഈ പൊസിഷൻ വാല്യൂ ഒക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കണം കേട്ടോ, അറിയേണ്ടതാണ്. ഇതിലുള്ള ഈ ലെറ്റേഴ്സിൻ്റെ മാത്രം ഞാൻ പൊസിഷൻ നമ്പേഴ്സ് കുറച്ച് കോഡ് മാത്രം വെച്ച് പറയാം. P ഞാൻ 16 പറഞ്ഞ് ഓർത്ത് വെക്കും. T 20 എന്നുള്ള രീതിയിൽ. Xന് പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. 24 24 എന്ന് എഴുതിയ പോലുള്ളൊരു 4 ഒക്കെ കാണുമല്ലേ, എഴുതി വെക്കാം. 6 18 റൈറ്റ്സ് ഒക്കെ കിട്ടുന്നത് 18ാമത്തെ വയസ്സിലാണല്ലോ. V 22 V for വിക്ടറി 2 Z 26 അതിന് കോഡൊന്നുമില്ല, അറിയണമല്ലോ. C മൂന്നാമത്തതാണ്. G 7 എഴുതിയ പോലെയല്ലേ, അല്ലെങ്കിൽ G7 കൺട്രീസ് എന്നൊക്കെ ആലോചിച്ച് വെച്ചൂടെ. KL 11 കോഴിക്കോടിൻ്റെതാണ്. കിളവെന്ന് ആലോചിച്ച് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. അപ്പോൾ ഇത് തമ്മിൽ നോക്കുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 16ഉം 18ഉം. 16ൻ്റെ അടുത്ത് 2 ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതുള്ളത്. 20നോട് 2 ആഡ് ചെയ്തതാണ് അടുത്ത ആൽഫബറ്റ് വന്നിട്ടുള്ളത്. 24നോട് അഗെയിൻ 2 ആഡ് ആയതാണ്. അപ്പോൾ ഓരോ ആൽഫബറ്റിനോടും 2 ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ കോഡ്. ഡീകോഡിങ് കഴിഞ്ഞതിന് നമുക്കിതിൻ്റെ ആൻസറിലോട്ടേക്ക് വന്നാൽ മതി. C3 + 2 എത്രയാ? 5ാമത്തെ ആൽഫബറ്റാണ് വരേണ്ടത്. 5ാമത്തെ ആൽഫബറ്റ് E ആണ്. 7 + 2 9. 9ാമത്തത് I ആണ്.
9 എന്നൊക്കെ എഴുതിയതുപോലൊക്കെ കാണുന്നില്ലേ? ആ രീതിയിലൊക്കെ ആലോചിച്ച് വെക്കാം. കെ 11 + 2 13ാമത്തേതാണ് അടുത്ത ലെറ്റർ എം ഇതായിരുന്നു 3 തിരിച്ചിട്ട പോലൊക്കെ തോന്നില്ലേ? ആ ഒരു കോഡ് പോലെ ജസ്റ്റ് എമ്മിൻ്റെ പൊസിഷൻ വാല്യൂ എം ആണ്. നമ്മുടെ ആൻസർ EIM ഇതിലോട്ടേക്ക് വരും. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ്. അതിൻ്റെ കൂടെ ഞാൻ പൊസിഷൻസ് ഇതിൽ തന്നിരിക്കുന്ന ആൽഫബറ്റിൻ്റെ പൊസിഷൻ നമ്പേഴ്സിനുള്ള കുറച്ച് മെമ്മറി ട്രിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. 5 ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് വായിക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണിത്, പക്ഷേ ഒരു ആവശ്യമില്ല. ആദ്യം ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, സർക്കുലറിലാണോ, സ്ക്വയർ ഷേപ്പിലാണോ, എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ സ്ട്രക്ചർ എടുക്കുക. പിന്നെ എത്ര നമ്പർ ഓഫ് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇതിലൊരു പസിൽ വെച്ചിട്ടുണ്ടാവും. ആ പസിൽ സോൾവ് ചെയ്ത് അതിലോട്ടേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. വളരെ സിമ്പിളാണ് സാധനം. 5 ഫ്രണ്ട്സ് ലണ്ടൻ, മാഡ്രിഡ്, പാരീസ്, റോം ആൻഡ് വിയന്ന ആർ അറേഞ്ച്ഡ് ഇൻ എ സർക്കിൾ ഫേസിങ് ദ സെൻറ്റർ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റാസ് ആദ്യത്തെ കിട്ടി, സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞു. എന്താ? സർക്കുലർ ഷേപ്പിലാണ് അവരിയ്ക്കുന്നത്. പ്ലസ് എന്താ പറഞ്ഞാൽ അവർ 5 പേരുണ്ട്. ഫേസിങ് ദ സെൻറ്റർ, സെൻറ്ററിലോട്ടേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുകയും ചെയ്യുന്നത്. നമുക്കിതായേ സ്ട്രക്ചറായേ ഇരിക്കുന്നതിൻ്റെ. ഇനി ഈ പസിൽ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് ആ വ്യക്തിയുടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്. മുകളിലിരിക്കുന്ന ആ വ്യക്തിയുടെ ലെഫ്റ്റ് ഇതും റൈറ്റ് ഇതുമായിട്ട് മാറും. ഈ സൈഡിലിരിക്കുന്ന ആളുടെ ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞാണ്. ഇനി ബാക്കി നമുക്ക് പസിലോട്ടേക്ക് വരാം. മാഡ്രിഡ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് പാരീസ്. മാഡ്രിഡ് ഈസ് ഇമ്മീഡിയറ്റ് ടു ലെഫ്റ്റ് ഓഫ് പാരീസ്. പാരീസിൻ്റെ ലെഫ്റ്റിലാണ് ഇരിക്കുന്നത് ആര്? മാഡ്രിഡ്. ഓക്കെ. റോം ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ലണ്ടൻ ആൻഡ് വിയന്ന. റോം ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ലണ്ടൻ ആൻഡ് വിയന്ന. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, എക്സാക്ട്ലി ബിറ്റ്വീൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ലെഫ്റ്റും റൈറ്റും എങ്ങനെ വേണമെങ്കിലും വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ എടുക്കുമ്പോൾ ഇത് അവരുടെ ലെഫ്റ്റും ഇത് അവരുടെ റൈറ്റ് സൈഡായിട്ട് മാറും. സോ റോമിന് ഇങ്ങനെ ഇരുന്നൂടെ? എക്സാക്ട്ലി ബിറ്റ്വീൻ ലണ്ടൻ്റെയും വിയന്നയുടെയും മിഡിലിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ലണ്ടൻ ഈ സൈഡിൽ ഇരുന്നൂടെ? എന്തുകൊണ്ട് ഈ സൈഡിൽ ഇരുന്നൂടാ? ലണ്ടൻ, വിയന്ന, ഇങ്ങനെ ഇതിൽ ഏതോ ഒന്നാണ്. ബാക്കിയിലോട്ടേക്ക് നമുക്ക് പോയി വരാം. വിയന്ന ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പാരീസ്. വിയന്ന ഇരിക്കുന്നത് പാരീസിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. ഇതാണ് റൈറ്റ് സൈഡ്, പാരീസിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ വിയന്നയുടെ പൊസിഷൻ കിട്ടിയേ VIE, വിയന്ന നമുക്കിവിടെ കിട്ടി. വിയന്ന എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഏതെടുക്കും? വിയന്നയുടെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് റോം, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലണ്ടൻ. സോ ഇതല്ല, ഇതാണ് നമുക്ക് വേണ്ടത്. വിച്ച് മീൻസ് റോം, ലണ്ടൻ. പൊസിഷനായി പസിലും സോൾവ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ്, വിച്ച് ഫ്രണ്ട് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് മാഡ്രിഡ്. മാഡ്രിഡിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇരിക്കുന്ന ആളാണ് മാഡ്രിഡ്. ഇതാ ഇവിടെ ഉണ്ട്. ആളുടെ ലെഫ്റ്റ് ഇരിക്കുന്നത് ലണ്ടൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. സിമ്പിളാണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വന്നാലോ? ഇതും സെയിം സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഒരു കാര്യം ഞാനങ്ങ് വിട്ടുപോയേ. ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന സമയത്ത് ഇതിങ്ങനെ മുഴുവനായിട്ട് എഴുതാൻ നിൽക്കരുത്. കാരണം ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ്. നമ്മൾ ടൈം ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വിയന്ന, പാരീസ്, മാഡ്രിഡ്, ലണ്ടൻ, റോം എന്നൊക്കെ എഴുതിയെങ്കിലും ഇങ്ങനെ എഴുതരുത്. കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കണം. കണ്ടോ? LMPR ആൻഡ് V, വിച്ച് മീൻസ് നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൽഫബറ്റ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഇതിലില്ല. വിച്ച് മീൻസ് നമുക്കെന്ത്, ഈ ലണ്ടൻ എന്നുള്ളതിന് പകരം L എന്ന് മാത്രം എഴുതിയാൽ അത്രയും ടൈം നമ്മുടെ കയ്യിലോട്ടേക്ക് കിട്ടും. ആ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എത്താൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ സോൾവ് ചെയ്യും. പൂജ, ഭാവന, ചാരു കംപ്ലീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. 5 ഫ്രണ്ട്സ് പൂജ, ഭാവന, ചാരു ആൻഡ് ഹേമ ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് ടുവേർഡ്സ് സെൻറ്റർ. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്? ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചർ എന്താണെന്നുള്ളതായല്ലോ. സർക്കുലർ ടേബിളിൽ ഉള്ളിലോട്ടേക്ക് നോക്കിക്കൊണ്ട് 5 ഫ്രണ്ട്സ് ഇരിക്കുന്നു. അത് ആദ്യമായി സ്ട്രക്ചറായി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് സെൻറ്ററാണ് എന്നെങ്കിൽ
ഇനി നമുക്ക് പസിൽ സോൾവ് ചെയ്ത് തുടങ്ങാം. ചാരു ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഭാവന. ചാരു ഭാവനയുടെ സ്പെല്ലിംഗ് എന്താ? BHAW. ഭാവനയുടെ ഇമ്മീഡിയറ്റ് നൈബർ അല്ല. ചാരുവും ഭാവന അടുപ്പിച്ചല്ല ഇരിക്കുന്നത്. ഭാവന ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഹേമ. ഭാവന സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഹേമ. ഹേമയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ഭാവന ഇരിക്കുന്നത്. ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ഇതാളുടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്. മുകളിലിരിക്കുന്ന ആളുടെ ലെഫ്റ്റ് ഇവിടെ, ഇത് റൈറ്റ്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഹേമ. ഗീത ഈസ് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഭാവന ഹേമ. ഹേമയുടെയും ഭാവനയുടെയും ഇമ്മീഡിയറ്റ് നൈബറായിട്ട് ഗീതയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, രണ്ടുപേരുടെ നൈബറായിട്ട് ഇരിക്കണമെങ്കിൽ ഈ സൈഡ് പറ്റില്ല. സോ ഇതാണ് ഗീതയുടെ പൊസിഷൻ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഡാറ്റാസ് തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. പക്ഷെ ആദ്യം തന്നൊരു ഡാറ്റ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ചാരുവും ഭാവനയും എന്താണ്? ഇമ്മീഡിയറ്റ് നൈബേഴ്സ് അല്ല. ഭാവന ഇത് എവിടെ ഉണ്ട്? 2 പൊസിഷനുള്ളത്. ചാരു ഭാവനയുടെ നൈബർ അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാരുവിൻ്റെ പൊസിഷൻ എവിടെ വരാം? ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. സോ വിച്ച് മീൻസ് ചാരു ഇവിടെ വരുന്നു. ബാക്കി ഒരാൾ ബാക്കിയുള്ളത് പൂജയുടെ പൊസിഷൻ ഇവിടെ വരും. സോ ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഹേമ? ഹേമയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന ആൾ ആരാണ്? റൈറ്റ് സൈഡ് ഇതാണ്. ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന ആൾ ചാരു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെയും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത്രയും ഗീത, ഭാവന, പൂജ, ചാരു എന്നൊന്നും എഴുതി സമയം കളയരുത്. ജസ്റ്റ് GBPCH ഇത്ര മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാരണം ഇവിടെ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല ഒരു ആൽഫബറ്റ്. ഈ പേരിൻ്റെ ഒരു ആൽഫബറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ആ ടൈം അഡ്വാൻറ്റേജ് നമ്മളിവിടെ എടുക്കണം. Which of the following group of letter when sequentially placed from left to right will complete the given series? ഒരു സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സമയത്ത് സ്കിപ്പ് അടിച്ച് പോകാനൊക്കെ തോന്നും. പക്ഷേങ്കിൽ സിമ്പിളാണ് കാര്യം. ഇത്രയും ലെങ്തി ആയിട്ടൊരു സാധനം എന്ത് ചെയ്യും? ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സീരീസ് ആയിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു എലമെൻ്റ് ഒന്നും ആയിരിക്കില്ല. ഒന്ന് നോക്കിയാൽ OPQ-ST. ഒന്ന് നോക്കിയാലോ, ഒന്നും കൂടെ നോക്കിയാലോ, OPQRST. അവിടെ റിപ്പീറ്റേഷൻ കിടക്കുന്നുണ്ടല്ലോ. OPQRST റിപ്പീറ്റേഷൻ. OPQR. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ സിമ്പിളായിട്ട് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അതിൽ പ്ലേസ് ചെയ്തൂടെ? OPQRST 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 OPQRST. സോ ഓപ്ഷൻ എന്താ വരിക? RPTS. ഓപ്ഷൻ ഇല്ല ഇതിൽ. RPTS. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. വിച്ച് 2 numbers ഷുഡ് ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് അല്ല. ഇതിൽ തന്നിരിക്കുന്ന 2 നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇക്വേഷൻ കറക്റ്റായിട്ട് മാറുള്ളൂ. അതേതൊക്കെയാണെന്നുള്ളത്. ഇതിനൊന്നും ഷോർട്ട് മെത്തേഡ്സ് ഒന്നുമില്ല. ഓരോന്ന് ചെയ്ത് നോക്കുക എന്ന് തന്നെയുള്ളൂ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബോഡ് മാസ് ആണ്. ബോഡ് മാസ് റൂളാണ്. ബോഡ് മാസ് അറിയാത്തവർക്ക് B ഫോർ ബ്രാക്കറ്റ് ആണ്, O ഫോർ ഓഫ് എന്നുള്ളത്. D ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കുള്ള ഓർഡറിൽ വേണം നമ്മൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 3, 5 ഇൻ്റർചേഞ്ച് ചെയ്താലോ? ഇവിടെ 3, ഈ 5. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ മുഴുവനായിട്ട് ചെയ്യേണ്ട, നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുഴുവൻ ആൻസർ ചെയ്യാണ്ട് ഇവിടെ കുറച്ച് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനൊക്കെ കിടക്കുന്നത് കൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് നോക്കും ബോഡ് മാസ് റൂളിൻ്റെ സപ്പോർട്ട്. ബാക്കിയുള്ളത് നമ്മൾ താഴോട്ടേക്ക് എഴുതുന്ന നേരം 7 × 14. ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല. 7 × 3 / 14 ചേരുന്ന സമയത്ത് 7, 14, 2. അതിപ്പോൾ ഒരു 3/2 സംതിങ്, 5 + 8 ഇങ്ങനെ വരും. ഇത് ഞാൻ ബാക്കി മുന്നോട്ടേക്ക് ആക്ച്വലി ഇതൊന്നും എഴുതാണ്ട് തന്നെ ഞാനിത് സ്കിപ്പ് ചെയ്യും. കാരണം ഇത് കണ്ടില്ലേ, ഒരു ഭിന്നസംഖ്യയാണ് കയറി വന്നിട്ടുള്ളത്. ഒരിക്കലും ബാക്കിയുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തോട്ടേക്ക് ഒരു ഇങ്ങനെ ആൻസർ കിട്ടില്ല. വിച്ച് മീൻസ് ഓപ്ഷൻ എ അല്ല എന്നുള്ളത്. ഈ ഒരു പോർഷൻ സോൾവ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ഒഴിവാക്കണം. നെക്സ്റ്റ് എന്താ? 14, 6.
6 ഇവിടത്തോട്ടേക്കും 14 ഈക്വൽ ടൂലും വന്നു. അഗെയിൻ ബോർഡ് മാസ് റൂളിൻ്റെ ബാക്കി സാധനങ്ങൾ മാത്രം എടുത്ത് എഴുതി നോക്കാം. 7 ഇങ്ങോട്ടേക്ക്, ബാക്കി 8 ഞാൻ എടുക്കുന്നില്ല, കാര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ബാക്കി ഫോളോ ചെയ്താൽ മതിയല്ലോ. 7 × 5/6 ഉറപ്പായിട്ടും ഇത് കംപ്ലീറ്റ് പോകുന്നതൊന്നുമില്ല. 7 × 5 35/6 ഇങ്ങനെ വരും. സോ ബാക്കി ഉള്ളതിൻ്റെ മുകളിൽ അഡീഷനും ഡിവിഷനുമാണ്, അഡീഷനും സബ്ട്രാക്ഷനുമാണ്. സോ അതും നോക്കണ്ട. മൂന്നാമത്തെ ഓപ്ഷനിലോട്ടേക്ക് വരുന്ന സമയത്ത് എന്താ, 8ഉം 5ഉം ഒന്ന് മാറ്റി നോക്കി നോക്കിയാലോ. 8ന് പകരം 5, 5ന് പകരം 8, ബാക്കിയുള്ളത് അതേപോലെ നമുക്കൊന്ന് ഇറക്കിയിട്ട് ചെയ്താലോ. /14 കാര്യം ഉണ്ടെങ്കിൽ ബാക്കിയിലോട്ടേക്ക് മാത്രം പോകും. 7 × 8/14 2, 2 8 4. സോ ഈ ഫുൾ പോർഷൻ 4 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടി. സോ ബാക്കി ഒന്ന് ചെയ്ത് നോക്കിയാലോ. 5 - 3, 5 ഉം 4 ഉം 9, 9ൽ നിന്ന് 3 കുറച്ചാൽ ആൻസർ 6 കിട്ടിയേ. മുഴുവനായിട്ട് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. ഈ ഒരു പോർഷൻ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ അറേഞ്ചിങ് ദ ഗിവൻ വേർഡ് അക്കോർഡിംഗ് ടു ഡിക്ഷണറി ഓർഡർ വിച്ച് വേർഡ് വിൽ കം ടു ദ 4th പൊസിഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കോമൺ സെൻസിൻ്റെ പാർട്ട് മാത്രം. അപ്പോൾ 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ 4ാമത് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ വേർഡ് ഏത്? ഇവിടെ നമ്മൾ അഡ്വാൻറ്റേജസ് ഒക്കെ എടുക്കണം. ഏതാ? W ഞാനങ്ങനെ കട്ട് ചെയ്തു, H ഞാൻ കട്ട് ചെയ്തു, കോമൺ ആണ്. അതുകൊണ്ട് ഇതിനുള്ള 1ാമത്തെ നമ്പർ ഇതായിട്ട് ഏത് വരും? എയിൽ തുടങ്ങുന്ന ഒരെണ്ണം കിടക്കുന്നുണ്ട്, വിച്ച് മീൻസ് ഇതായിരിക്കും ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തത്. ബാക്കിയുള്ളതിൻ്റെ മുഴുവനും ഇയിൽ തന്നെയാണുള്ളത്. അതും ഞാനിനി അടുത്തതിന് വേണ്ടി കട്ട് ചെയ്തു. അപ്പോൾ എയിൽ തുടങ്ങുന്നത് ഇത് 2ാമത്തെ വേർഡായിട്ട് വരും. നെക്സ്റ്റ് എന്തെന്നാ, ഇ ഉണ്ട്, എൽ ഉണ്ട്, ടി ഉണ്ട്, എൻ ഉണ്ട്. ഈ 5ാമത്തെ നമ്പറാണ്. സോ അത് 3ാമത്തെ വേർഡായിട്ട് വരും. നെക്സ്റ്റ് ഇതാ എന്നിൽ എൻഡ് ചെയ്യുന്നതല്ല, ടിക്ക് മുന്നേ ഉണ്ടാവുന്നത് 4ാമത്തെ വേർഡായിട്ട് വെന്നാണ്. വിച്ച് മീൻസ് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ സാധനം. സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെറ്റർ നമ്പർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ സീരീസ്? ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ആൽഫബറ്റും ഉണ്ട് നമ്പറും ഉണ്ട്. ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. ഇതിൽ ഈ സെറ്റിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നത് കണ്ടില്ലേ? ഇവിടെ വരുന്നത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് മീൻസ് ഓരോ സെറ്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ പൊസിഷൻ വാല്യൂ ഇട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കങ്ങ് തുടങ്ങാം. U21 ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. പൊസിഷൻ നമ്പർ യു എന്ന് നമ്മൾ ആരെ പറയാ? ഒരാളപ്പുറത്തുണ്ടെങ്കിലേ പറയുള്ളൂ. 21. V22 ആണ് പൊസിഷൻ നമ്പർ. V ഫോർ വിക്ടറി, 2 പേര്. നെക്സ്റ്റ് 24 എക്സിൻ്റെത്, Y25, Z26. ഒന്ന് ആഡ് ചെയ്ത് പോവാണ്. വിച്ച് മീൻസ് ഇവിടുത്തെ ആദ്യത്തേത് ഏത് വരും? 23ാമത്തെ ലെറ്റർ വരും. VUW ആദ്യത്തേത് അങ്ങനെ വരും. നെക്സ്റ്റിലോട്ടേക്ക് വരുന്ന സമയത്ത് ഡീൻ്റെത് 2 ആണ്, F6 ആണ്, അടുത്തത് J10 ആണ്, L12 ആണ്, N14 ആണ്. നോക്കുന്നേരം 2നോട് എത്ര ആഡ് ആയിട്ടുള്ളത്? സോറി, D4 ആണ്. D4 ആണ്. 2 ആഡായി. അഗെയിൻ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത് 4 ആണ്. അഗെയിൻ 2 ആഡായി, 2 ആഡായി. വിച്ച് മീൻസ് 6 + 2 8ാമത്തെ ആൽഫബറ്റ് വരും. 8ാമത്തെ ആൽഫബറ്റ് ഏതാ? H ആണ് നമ്മുടെ അടുത്തത് വരുന്നത്. അടുത്തതിലോട്ടേക്ക് അടുത്ത 3ാമത്തത് F6, I9, O15, R18, U21. നോക്കുന്നേരം എങ്ങനെയാ? എല്ലാം 3 ആഡ് ചെയ്താണ് 3ാമത്തെ ലെറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ 9 + 3 12ാമത്തത് L വരുന്നു. ബാക്കിയുള്ളത് അതാ നമ്പറാണ്. 6, 9, -15, 18. നോക്കിയാൽ മനസ്സിലാവും എല്ലാം +3 ആഡ് ചെയ്ത് വരികയാണ്. 9ഉം 3ഉം 12. WHL12 ഇത് നോർമൽ മെത്തേഡ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇത്രയും കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. കാരണം ഇതിൽ എലിമിനേഷൻ, ഞാനാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നതെങ്കിൽ, മീൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഇതെങ്ങനെ ചെയ്യുമെന്നറിയോ? കാരണം ഇതിൻ്റെ ഉള്ളിൽ നോക്കുന്നത് 11ഉം 12ഉം എൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് നോക്കും. 9, 6, 15, 18, 21 വ്യത്യാസമുള്ളത് നോക്കുന്നു 3. അപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. 12 ഇവിടെ വരും എന്നുള്ളത് കാര്യം എനിക്ക് ഉറപ്പായി കിട്ടി ലാസ്റ്റ്. സോ ഈ 2 എണ്ണമാണ് എനിക്ക് 2 ഓപ്ഷനുള്ളൂ. വിച്ച് മീൻസ് അവസാനത്തെ 2 എണ്ണം ഞാൻ എലിമിനേറ്റ് ചെയ്തു.
രണ്ടിനും അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ, ആദ്യത്തേത് തമ്മിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. സോ ആദ്യത്തേത് മാത്രം നോക്കും, UVWXYZ. ഡബ്ല്യൂവിൽ തുടങ്ങണം, 12 അവസാനിക്കണം. ഈ രണ്ടെണ്ണത്തിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ഉള്ളൂ. ഇത് എക്സാമിനേഷനിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബ്ലഡ് റിലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. P into Q means P is the father of Q. P plus Q means P is the brother of Q. ഇത് ഡിവൈഡഡ് ബൈ ആണ്, ഞാനിവിടെ ഒന്ന് മാറ്റി തരുന്നുണ്ട്. P divided by Q means P is the son of Q. P minus Q means P is the husband of Q. സിമ്പിളാണ്, അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് കഴിഞ്ഞ് നോക്കി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് ബേസിക് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഞാനൊരു സിമ്പിൾ കാര്യം പറയുകയാണ്. നമ്മൾ ഈ ഒരു ബ്ലഡ് റിലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മെയിൽ ഫീമെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, മെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ റെക്റ്റാങ്കിൾ ഉപയോഗിക്കും അല്ലെങ്കിൽ പ്ലസ് ഉപയോഗിക്കും. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ സർക്കുലർ അല്ലെങ്കിൽ മൈനസ്, ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. പിന്നെ ഇതിനുള്ള ചെറിയ ഈ ജനറേഷൻസ് ഇങ്ങനെ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾഡ് ജനറേഷൻ നമ്മൾ വരുന്നു, ഇത് ഫ്യൂച്ചർ ജനറേഷൻ, ഇത് ന്യൂ ജനറേഷൻ. ജനറേഷൻ ഗ്യാപ്പ് താഴെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും. അതിനുശേഷം ബോണ്ട്, ബ്രദർ സിസ്റ്റർ തമ്മിലുള്ള ബോണ്ട് കാണിക്കാൻ വേണ്ടി ഈ സിംഗിൾ ലൈനുകൾ യൂസ് ചെയ്യും. ഇയാൾക്ക് ഈ പെൺകുട്ടിക്ക് അടുത്തതൊരു ബ്രദർ ഉണ്ടെന്നുണ്ടെങ്കിലോ വേണമെങ്കിൽ പ്ലസ് ഇടാം, ഓക്കെ, നോട്ട് എ പ്രോബ്ലം. സോ വിച്ച് മീൻസ് ഇതെന്താ, ഇവർ സഹോദരരാണ് എന്നുള്ളത്. ഇനി ഇവർ നമ്മൾ ഈ കല്യാണം മാരേജ് റിലേറ്റ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോണ്ട് കാണിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടും വെക്കാം, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ അത് ഫോളോ ചെയ്യാം. പിന്നെ ഒറ്റൊരു കാര്യങ്ങൾ മാത്രമേ ആലോചിക്കേണ്ടി വരുള്ളൂ, സ്ത്രീ പുരുഷർ തമ്മിലുള്ള കല്യാണം മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാറുള്ളൂ. പിന്നെ ഡിവോഴ്സ് കണ്ടീഷൻസ് ഒന്നും വരാറില്ല. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് വരാം. സംഭവം സിമ്പിളാണ്. ഇവിടത്തോട്ടേക്കും എഴുതി വെച്ചാൽ പ്ലസ് മീൻസ് എന്തെന്നാ, പ്ലസ് എന്നാ ബ്രദർ. വേണമെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്തിട്ട് കാണിക്കണോ, ഒരു ഭംഗിക്ക് കിടന്നോട്ടെ. PQ മീൻസ് P ഈസ് ദ ഫാദർ ഓഫ് Q. അതെങ്ങനെ വരും, P ഈസ് ദ ഫാദർ ഓഫ് Q ഇങ്ങനെ വരും. ക്യൂവിൻ്റെ ജെൻഡർ നമുക്കറിയില്ല. P plus P means P is the brother of Q. നമുക്ക് പ്ലസ് മൈനസ് ഇട്ടിട്ട് കാണിച്ചാലോ. P എന്ന് പറയുന്നത് P is the brother of Q. Qൻ്റെ ബ്രദറാണ് P. ഇങ്ങനെ കാണിക്കാം, രണ്ടെണ്ണം മാത്രം. ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് ബൈ പ്രാക്ടീസ് ത്രൂ എത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല. സോ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഈ പോയിന്റ് ചെയ്ത്, പ്ലസ് മീൻസ് ബ്രദറാണ്, ഡിവിഷൻ മീൻസ് സൺ ആണ്, മൈനസ് മീൻസ് എന്താ, ഹസ്ബൻഡാണ്. ഇനി സോൾവ് ചെയ്തുകൂടെ, ഈസി അല്ലേ. ഞാൻ സ്ക്വയറും സർക്കിളും ആണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ചെയ്യാണ്. O ഈസ് ബ്രദർ ഓഫ് N. എന്നിൻ്റെ ജെൻഡർ അറിയില്ല. N ഈസ് എ സൺ ഓഫ് M. എമ്മിൻ്റെ മകനാണ് N. M ഈസ് എ ഹസ്ബൻഡ് ഓഫ് L. M എല്ലിൻ്റെ ഹസ്ബൻഡാണ്. സോ ഇവിടെ നമുക്ക് എല്ലിൻ്റെ ജെൻഡർ കിട്ടുമോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സ്ത്രീ പുരുഷ കല്യാണം മാത്രമാണ് നമ്മൾ ഇവിടെ അലോ ചെയ്യുന്നത് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻസിലാണ്. വിച്ച് മീൻസ് എൽ ലേഡി ആണ്, ഫീമെയിൽ ആണെന്നുള്ളത് ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഓ റിലേറ്റഡ് ടു എൽ. ഓയും എല്ലും തമ്മിലുള്ള റിലേഷൻ, എല്ലിൻ്റെ ഭർത്താവിൻ്റെ മകനാണ് എന്ന് വെച്ചാൽ മകൻ, സൺ. ആൻസർ കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ഓവർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ സൈൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നതിൽ എന്തായാലും 4 കള്ളി വേണം, അത് നമ്മളോട് ഫോളോ ചെയ്ത് വെച്ചു. ദെൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഫില്ല് ആവേണ്ടത്, 4 കള്ളി തന്നിട്ടുണ്ട്, എവിടെയാണ് ഫില്ല് ആവേണ്ടത്. മുകളിലുള്ള കള്ളികൾ മാത്രം നോക്കുന്നേരം ഒന്നാമത്തെ രണ്ടാമത്തത്, ഒന്ന് ഇതിൽ രണ്ടാമത്തിൽ, ഇതിലാദ്യത്തെ കള്ളി രണ്ടാമത്തെ കള്ളി, വിച്ച് മീൻസ് ഇവിടെയാണ് അടുത്തത് ഫില്ല് ആവേണ്ടത്. താഴത്ത് നോക്കുന്നേരം രണ്ടാമത്തത് ഒന്നാമത്തത്, രണ്ടാമത്തത് ഒന്നാമത്തത്, വിച്ച് മീൻസ് അടുത്തത് ഇവിടെയാണ് നമുക്ക് ഫില്ല് ആവേണ്ടത്. പൊസിഷൻ ഓക്കെ ആയി. ഇനി റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നോക്കുന്നേരം എന്താ, 6 + 6 ആണ് 12. അഗെയിൻ 12 + 6 ആണ് 18. 18 + 6 ആണ് 24. അപ്പോൾ അടുത്തത് എന്ത് വരണം, 24ൻ്റെ മുകളിൽ 6 ആഡ് ചെയ്യണം, 30 വരണം. ഇത് എക്സാം വ്യൂ ഓഫ് രീതിയിലാണെങ്കിൽ നമുക്കൊന്ന് നോക്കണം. ഇതാ
30 ആദ്യത്തെ കള്ളിയിൽ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, 2 എലിമിനേറ്റ് ചെയ്യാം. ഇനി 18 വരുമോ 24 വരുമോ? സോ നമുക്ക് അടുത്തത് ചെയ്തേ പറ്റുള്ളൂ. റിലേഷൻ നോക്കുന്ന സമയത്ത് 78 നിന്ന് 6 കുറച്ചതല്ലേ 72. 72 നിന്നും എത്ര കുറച്ചാലാണ് 60 ആവുന്നത്? 12 കുറയുന്നതല്ലേ. 60 നിന്ന് എന്ത് കുറഞ്ഞാലാണ് 42 ആവുന്നത്? 18. അപ്പോൾ എത്ര കുറഞ്ഞാലാണ് ഇവിടെ വരേണ്ടത്? അതിനു മുന്നേ നമുക്ക് ഇവിടെ എന്ത് റിലേഷൻ ഉണ്ടോ നോക്കണ്ടേ. 6, 12, 18 6ൻ്റെ മൾട്ടിപ്പിളാണ്, ഒന്നുമില്ല. 6 ഇൻറ്റു 1, 6 ഇൻറ്റു 1 ആണിത്. 6 ഇൻറ്റു 2 ആണ് 12, 6 ഇൻറ്റു 3 ആണ് 18. അത്രയും കുറച്ചു. അടുത്തത് എന്ത് വരണം? 6 ഇൻറ്റു 4 നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കണം. 6, 4, 24 എന്ന് പറയുന്ന സംഖ്യ 42 നിന്ന് കുറയ്ക്കണം. 24 മൈനസ് 42 മൈനസ് 24 എന്താ? 18. സോ ഓപ്ഷൻ എ ഓക്കെ അല്ലേ? Select the correct mirror image of the given figure when the mirror PQ is placed to the right side of the figure. അറിയുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കഴിയുന്ന കാര്യമുള്ളൂ. പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. ക്വസ്റ്റ്യൻ എത്രയുള്ള ഒരു ഇമേജ് തന്നിട്ടുണ്ട്, അതിൻ്റെ മുന്നിലൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്, ആ കണ്ണാടിക്കുള്ളിൽ കാണുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? ഇത്ര ക്വസ്റ്റ്യനുള്ളൂ. അപ്പോൾ ഇതിൽ അറിയേണ്ട ഒരൊറ്റൊരു കാര്യമുള്ളൂ, ഈ ഫിഗറിൻ്റെ ഇത് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നേരം ഇമേജിലോട്ടേക്ക് വരുന്നത് ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റുമായിട്ട് ഒന്ന് തിരിയും. ടോപ്പിനും ബോട്ടവും എങ്ങനെയാണോ ഉള്ളത് അത് അതേപോലെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. വിച്ച് മീൻസ് ഇവിടത്തോട്ടേക്ക് വരുന്ന സമയത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡ് ഇതാ ഇവിടെ വരും, ആ ഏരോ ഭാഗം ഇവിടത്തോട്ടേക്ക് വരും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന എലമെൻറ്റ് എന്താണോ അത് നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഇങ്ങനൊരു ഇമേജ് ഇതിലുണ്ടോ? ഓപ്ഷൻ 2 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബൈ പ്രാക്ടീസ് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. ഇതൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പെട്ടെന്ന് ഒറ്റയൊരടിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ എങ്കിൽ ഇതിലൊരു സൂത്രപ്പണി കിടക്കുന്നുണ്ട്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു 6.5 കിടക്കുന്നുണ്ട്. വിച്ച് മീൻസ് അവിടെ 0.5ൻ്റെ അല്ലെങ്കിൽ 1/2ൻ്റെ എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നോക്കണം. ഇത് വലുത് ചെറുത്, പിന്നെ അതിൻ്റെ മിഡിന്ന് പിന്നെ വലുതാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഒരു കറക്റ്റായിട്ട് ആഡ് ചെയ്ത് പോവുക, കുറഞ്ഞ് വരും, അങ്ങനത്തത് ഒന്നുമല്ല. ഒരു പാറ്റേണായിട്ട് അങ്ങനെ വരുന്ന ഒരു സീരീസ് അല്ല ഇത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ചെയ്ത് തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ 14 ഇൻറ്റു 1/2 -1 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 14/2 7. 7 1 കുറച്ചാൽ 6. ഇതാണ് പാറ്റേൺ. വിച്ച് മീൻസ് ഇനി 6നോട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അവിടെയാണ് നമുക്ക് കാര്യം കിടക്കുന്നത്. 6ൻ്റെ ഇവിടുന്ന് 5ലോട്ടേക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് നോക്കുന്നത്? ഇവിടെയുള്ള ഈ 1/2 അഗെയിൻ ആഡായി വരികയാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് 1/2 + 1/2 1 - 1 വിച്ച് മീൻസ് 6 - 1 5. 5 ഇൻറ്റു 1 + 1/2 ഇതിൻ്റെ അടുത്ത് 1/2 ആഡായിട്ട് വരും. ഈ പൊസിഷനിൽ വരുന്ന സാധനത്തിൻ്റെ മുകളിലോട്ടേക്ക് 1/2 ആഡായി വരുന്നതാണ് സീരീസ്. കാര്യം സിമ്പിളാണ്. ഒരു നോട്ടം കിട്ടിയാൽ പിന്നെ ഓക്കെയാണ്. 1 + 1/2 എത്രയാ? 3/2 - 1 3 5 15ൻ്റെ പകുതി 7.5. 7.5 1 കുറച്ചാൽ 6.5 6.5. നെക്സ്റ്റിലോട്ടേക്ക് വരുന്നൊരു 3/2ൻ്റെ കൂടെ എന്താ ഇപ്പോൾ ആഡ് ചെയ്യണ്ടേ? 1/2 ആഡ് ചെയ്യണം. 6.5 ഇൻറ്റു 3/2 + 1/2 3/2 + 1/2 ഷോർട്ട് മെത്തേഡ് ഉണ്ടേ പറയാം. 4/2 = 2 ഇൻറ്റു 2 - 1 6.5 ഇൻറ്റു 2 എന്ന് പറയുമ്പം 13 - 1 12. അപ്പോൾ അടുത്തതിൽ എന്താ വേണ്ടേ? 12 ഇൻറ്റു ഈ സൈഡിലോട്ടേക്ക് ചെയ്യുന്നതാണ്. 12 ഇൻറ്റു 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1/2 ആഡ് ചെയ്യണം. 2.5 ആണ് സംഭവം. മാറ്റി ചെയ്യുമ്പോൾ 5/2. 2.5ന് 5/2 - 1 = 6. 6 5 30ൽ നിന്ന് 1 കുറച്ചാൽ 29 ആൻസർ കിട്ടി. സംഭവം എത്രയേ ഉള്ളൂ? ഇൻറ്റു 0.5 1 1.5 2 2.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അത്രയേ ഉള്ളൂ ഈ സീരീസ്. -1 അതിൽ നിന്ന് -1 കുറയ്ക്കുകയും ചെയ്യുന്നത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് ദ ഗിവൺ ടു സൈൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇക്വേഷൻ 1 and 2 റെസ്പെക്റ്റീവ്ലി ഇൻറ്റു ആൻഡ് ഡിവിഷൻ. 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പരസ്പരം അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫൈനൽ ആൻസർ? അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സോ ഇവിടെ തന്നിരിക്കുന്ന ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ഇടണം, ഇൻറ്റു അങ്ങോട്ട് മാറ്റണം.
അഗെയിൻ ഇവിടെ ഇത് ഡിവിഷൻ ആക്കണം, ഇത് ഇൻ്റർചേഞ്ച് ചെയ്യണം. ബാക്കി നമ്പേഴ്സൊക്കെ അങ്ങനെ തന്നെ. സോ നമുക്ക് താഴോട്ടേക്ക് ബാക്കിയുള്ളത് ചെയ്താലോ? 18 × 3 - 4 × 2 + 7. ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കുക. 18 × 3 54 -4/2 2 + 7. 54 2 കുറച്ച് 52 7 59. ആക്ച്വലി ആൻസർ ആണ് വേണ്ടതെങ്കിൽ ഇതാ ഇവിടെ കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞു. കാരണം 59 വരുന്ന വേറൊരു ചോയ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ അതുകൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം. 18 3 6 -8 + 4. 18/3 എന്തെന്നാണ് വരുന്നത്? 18/3 6 × 6 -8 - 4. 6 6 36 -4 = 32. ആൻസർ രണ്ടാമത്തെ പോർഷൻ അത് തന്നെ അല്ലേ? ശരിയാണ്. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി മാത്രം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ആലീസ് ഇസ് കോഡഡ് ആസ് ഒരു കോഡ് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ കോഡ് ഫോർ ബാലറ്റ്? കോഡ് ഡീകോഡ് ചെയ്താൽ മതി, സംഭവം സിമ്പിളാണ്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതല്ലേ. ALLIES. കോഡ് എന്താ? REHLKA. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഈ ഏതാ ഇവിടെ അതേപോലെ തന്നിട്ടുണ്ട്. ഒന്ന് വിട്ടതിന് ശേഷം ഇതാ ഇവിടെ അതേപോലെ തന്നിട്ടുണ്ട്. ഇതാ അതേപോലെ തന്നിട്ടുണ്ട് ആണല്ലോ. ബാക്കിയുള്ളത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കൂടെ? എന്നാൽ എല്ലിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാ? L 12. കെയുടെ എത്രയാ? 11. ഞാൻ പറഞ്ഞേ K11 കോഴിക്കോടിൻ്റെ അത് കോഡ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം. 12 -1 ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അടുത്തതുള്ളത് -1 വന്നതാണ്. ഐയുടേത് 9 എച്ചിൻ്റെത് 8. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവേ. എച്ചിൻ്റെ ഒക്കെ പൊസിഷൻ നമ്പർ പഠിക്കൽ ഈസിയാണ്. ഇതാ കാൽക്കുലേറ്ററിലും പെട്രോൾ പമ്പിലൊക്കെ കാണുന്നില്ല H8 എന്ന് എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ്. സോ 9 നിന്ന് എച്ചും തമ്മിലുള്ള ഡിഫറൻസ് -1. എസും 6ഉം തമ്മിൽ നോക്കുന്ന സമയത്ത് എന്താ റിലേഷൻ ഉള്ളത്? എസ് 19, 6 18. വിച്ച് മീൻസ് ഇവിടെയും -1 തന്നെയാണ് വന്നിട്ടുള്ളത് പൊസിഷൻ വാല്യൂവിൽ. സോ അതേ ഓർഡറിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. BALLET. ആൾട്ടർനേറ്റീവായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം മാറ്റി ചെയ്താലോ? അതേ സംഭവം തന്നെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞില്ലേ. വിച്ച് മീൻസ് ബി ഇവിടത്തോട്ടേക്ക് വരുന്നു, ഒരു പൊസിഷൻ അവിടെ ഗ്യാപ്പ്. എൽ ഇവിടെ വരുന്നു, ഒരു പൊസിഷൻ നമുക്കവിടെ ഇതാ അടുത്ത പൊസിഷനിലോട്ടേക്ക് വരുന്നു, ഇവിടെ ഒരു ഗ്യാപ്പ്. അഗെയിൻ ഇതാ ഇവിടത്തോട്ടേക്ക് വരുന്നു. അഗെയിൻ ഇവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ കോഡിന് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ലെറ്റേഴ്സിൽ നിന്ന് 1 കുറച്ചിട്ട് കിട്ടുന്നത് ഏതാണോ അത്. ഏനെ നമുക്ക് 1 എഴുതാം, അല്ലെങ്കിൽ 27 എഴുതിക്കൂടെ? കുഴപ്പമുണ്ടോ? ഏൻ്റെ തൊട്ട് പിറകുള്ള നമ്പർ ഏതാ? സെഡ്. ദോ ഈ പൊസിഷനിലോട്ടേക്ക് വരണം. L 12. തൊട്ട് പിറകുള്ളത് ഏതാ? കെ ആണ്. T20. തൊട്ട് പിറകുള്ളത് ഏതാ? 19ാമത്തെ നമ്പർ എസ്. SEKLZB. SEKLZB. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോയിക്കൂടെ? എന്നാൽ 3 statements are given followed by 2 conclusions numbered n ആണ്, 1 and 2. Assuming the statement to be true even if they seem to be at variance with the commonly known fact, decide which of the conclusion logically follows from the statement. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കരുത്. സംഭവം സിമ്പിളാണ്, പക്ഷേ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്. കാരണം മുഴുവൻ നോക്കി എന്താണെന്ന് കാര്യം മനസ്സിലാക്കണം. അതാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് കൂടുതൽ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഇമ്പോർട്ടൻ്റ്. പക്ഷേ അതിൽ ചിലപ്പോൾ നമ്മൾ കോമൺ സെൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യരുത്. തന്നിട്ടുള്ളത് എന്താണോ അത് ട്രൂ ആണ്.
അതിനെ ബേസ് ചെയ്തുകൊണ്ട് 2 കൺക്ലൂഷൻസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന ട്രൂ സ്റ്റേറ്റ്മെൻറ്റും കൺക്ലൂഷൻ ഓക്കെ ആണോ, ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് കയറി വരാം. ഇതൊന്ന് സോൾവ് ചെയ്തൊരു പസിൽ പോലെ സോൾവ് ചെയ്യാവുന്നല്ലോ. വെൻ ഡയഗ്രാം വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഓൾ പെൻസ് ആർ സ്റ്റേഷനറി ഐറ്റംസ്. ഓൾ പെൻസ് ആർ സ്റ്റേഷനറി ഐറ്റംസ്. ഓൾ പെൻസ് ആർ സ്റ്റേഷനറി ഐറ്റം. Some stationary items are rubbers. Some stationary items are rubber. All markers are pen. Pen എവിടെയാണുള്ളത്? അപ്പോൾ മാർക്കേഴ്സ് ഇതാ ഇവിടെ. മാർക്കേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ കാര്യം. ഇതിൽ ലോജിക്ക് ഉണ്ടോ എന്നുള്ളതൊന്നും ചിന്തിക്കരുത്. ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി കൺക്ലൂഷനിലോട്ടേക്ക് വരാം. സം സ്റ്റേഷനറി ഐറ്റംസ് ആർ നോട്ട് റബ്ബേഴ്സ്. സം സ്റ്റേഷനറി ഐറ്റംസ് ആർ നോട്ട് റബ്ബേഴ്സ്. ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് നോക്ക്. സം സ്റ്റേഷനറി ഐറ്റംസ് ആർ റബ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിച്ച് മീൻസ് ബാക്കിയുള്ളത് റബ്ബേഴ്സ് ആവില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഐ മീൻ സം സ്റ്റേഷനറി ഐറ്റംസ് ആർ നോട്ട് റബ്ബേഴ്സ് എന്നുള്ള കാര്യത്തിൽ അതെവിടെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് കയറി അസ്യൂം ചെയ്യരുത്. അപ്പോൾ അത് തെറ്റാണ്. കൺക്ലൂഷൻ 2, സം മാർക്കേഴ്സ് ആർ നോട്ട് സ്റ്റേഷനറി ഐറ്റം. സം മാർക്കേഴ്സ് ആർ നോട്ട് സ്റ്റേഷനറി ഐറ്റംസ്. തെറ്റാണ്. സോ വിച്ച് മീൻസ് നൈദർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. ഈ മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുകയാണ്, ഇതൊക്കെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൺക്ലൂഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അത് വൈസ് വേഴ്സ, രണ്ടും അങ്ങനെയാണുള്ളത്. സോ ഇത് ഇത്രയും ചെയ്ത് വരേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആൻസറിലോട്ടേക്ക് എത്താൻ പറ്റും. ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, പാറ്റേൺ ആണ്. ഈ ഫിഗറിൻ്റെ ഉള്ളിൽ ഇവിടെ ബാക്കി വരുന്ന പോർഷൻ എന്താണ്? സിമ്പിളാണ്, കാര്യം ചെയ്യാറൊന്നുമില്ല. എന്താ ഉള്ളത് നോക്കുന്നു. ഇതോ ഇങ്ങനൊരു പോർഷൻ ഉണ്ടാവില്ലേ? ഒബ്വിയസ്ലി ഉണ്ടാവും. പിന്നെ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ പോർഷൻ ഇവിടെ കളറായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതിൽ തന്നെ ഫിനിഷ് ആവുമോ? ഓ ഇതാ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ 2 ഡയറക്റ്റ് ഇക്വേഷനാണ്. ഇത് ഡയറക്റ്റ് ഇക്വേഷനിൽ ഡയറക്റ്റ് പിക്ചറാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ റീസണിങ്ങിൻ്റെ ഈ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ട്യൂട്ടോറിയൽ. ഹാവ് എ നൈസ് ഡേ.